കുടുംബവും കുട്ടികളും നോക്കാത്തവന്മാർ രാവിലെ തന്നെ കള്ളു കുടിക്കാൻ വരണേ ഈശ്വര. എന്നാലേ എന്റെ കുടുംബം എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ദൈവമേ, എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടത്തി തരണേ എന്റെ ഈശ്വര. ഒന്നും മിണ്ടായിരിക്കും. നേരം വെളുത്തു നല്ല ഒരു വർക്ക് തുടങ്ങാൻ പോവാ. അന്നേരം ഉണ്ട് ഒരു കള്ളുകൂടിയനെ ഷാനം കണ്ടിട്ട് വേണം കച്ചവടം കൊണ്ട് തുടങ്ങാൻ. എടാ, കള്ളായാലും അതൊരു ബിസിനസ് അല്ലയോ? അത് തുടങ്ങാൻ നേരത്തെ ഒരു കള്ളുകൂടിയനെ കണ്ടിട്ട് തുടങ്ങുന്നത് ശരിയേ അല്ല. നീ എവിടെ പോയായിരുന്നു? ഞാൻ ഒരു കല്യാണത്തിന് പോയതാണോ? ഒരു കപ്പയും എടുത്തേ. അത് കൊള്ളാം. കല്യാണത്തിന് പോയിട്ട് അവിടെ കഴിക്കാനൊന്നും കിട്ടിയില്ല നിനക്ക്? എന്റെ പൊന്നെണ്ണ, ഇപ്പം കല്യാണത്തിന് ഓരോ നിയമങ്ങളൊക്കെ വരുത്തി വെച്ചെന്ന് കണ്ടില്ലയോ? അതെന്തുവാ? വിളിക്കാത്ത ആരും അകത്തോട്ട് കേറല്ലേ ഇതുപോലെ? ഞാൻ കാണാമാനുള്ളവരാ, ഞാൻ കേറിയില്ലേ. എന്റെ കൂടെ ഉള്ള വന്നമാരെല്ലാം അവിടെ ഇപ്പൊ ഉണ്ട്. അപ്പൊ നിനക്ക് ഇതുവരെ ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല അല്ലയോ? കപ്പയും എടുത്തേ. ആ, കഴിച്ചോ. ഇവിടെ വേറെ ആരും എടുത്തു തരാനൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കള്ളു കുടിച്ചിട്ട് പാട്ടിട്ടുണ്ടോ? പാട്ട് ഞാൻ പാട്ടൊന്നും ഇട്ടിട്ടില്ല. ആര് പാടുന്നു? എനിക്കരുതേ പാമ്പേ, പുതിയ ആളാന്ന് തോന്നുന്നു. മുഖം അങ്ങോട്ട്. ആ, കള്ളുണ്ടോ? അല്ല, ഞാനിവിടെ ഷാർജ ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതെന്താണ് അങ്ങനെ ഒരു വർത്താനം? ഇവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ കള്ള് ഷാപ്പെന്ന്? ഞാനൊരു ലോഹ്യം ചോദിച്ചതല്ലയോ? അന്ന് അതിന്റെ മറുപടിയാ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ആ, അന്ന് എനിക്ക് കള്ള് വേണം. എവിടുന്ന് വരും? മുമ്പ് ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇച്ചിരി കിഴക്കൊന്ന് വരുവാ. അപ്പൊ എങ്ങോട്ട് പോവാനാ? ഇനി ഒരു സന്ധ്യ ആകുമ്പത്തേന് അങ്ങ് പടിഞ്ഞാറ് ചെല്ലണം. ജോസേ, ആളിനെ മനസ്സിലായോ? ഇല്ല. ഇതാണ് സാക്ഷാൽ സൂര്യഭഗവാൻ. എന്റെ പൊന്നു മക്കളെ, എന്റെ പേര് രാജു. എന്റെ വീട് കോട്ടയം പാമ്പാടിയിലാണ് എന്റെ വീട്. ഞാൻ ഇവിടെ ഒരു കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. വീടിന്റെ കൊട്ടേഷനൊക്കെ എടുക്കുവോ? വീടിന്റെ അല്ലാതെ കാല് വെട്ടുക, കഴുത്ത് വെട്ടുക, കൈ വെട്ടുക, എന്താ പറഞ്ഞാലും വെട്ടു. വെറുതെ നിൽക്കുന്നവരെല്ലാം വെട്ടുവോ? തൊടത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. എനിക്ക് പിന്നെ വേറൊരു പരിപാടി ഉണ്ട്, പാമ്പ് എടുത്തോണ്ട്. ഈ കൊട്ടേഷൻ ഞാൻ ചിലപ്പോ അങ്ങ് ഒഴിവാക്കും. എന്റെ ഈ ഇതിന്റെ വടിവാളിന്റെ വാർത്തല മൊത്തം പോയെന്ന്. അതെങ്ങനെ? എന്നോട് എടുത്ത് പറഞ്ഞ കാല് വെട്ടാനാ. ഞാൻ കേറി അങ്ങ് ഏറ്റു. ഇവൻ എന്നാ പറയണ്ടേ, ആ കാലെ കമ്പി ഇട്ടേക്ക് വരുന്നു. അതിനിട്ടായി വെട്ടിയത്. ഇപ്പം പറഞ്ഞായിരുന്നു ഞാൻ ഒരു ആക്സോബ്ലയുടെ ആയാലും കൊണ്ട് അത് കണ്ടിട്ട് മുറിച്ചായാലും മാറ്റിയേനെ. ഞാനിത് അറിയുന്നോ? അതിന്റെ വാർത്തലങ്ങ് പോയി. പിന്നെ ഇപ്പൊ പാമ്പിനെ പിടുത്തം തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിനെ പോയിട്ട് വന്നതാണോ? പിന്നെ നമ്മുടെ നിങ്ങൾ ഈ അടുത്ത ദേശത്ത് ഞാൻ പോയി പാമ്പിനെ പിടിച്ചു. പിടിച്ചാ? ഇല്ലെന്ന്, അതതിലെ കണ്ട് അങ്ങ് പോയി. എന്താ ഇത്? പിന്നെ ഞാൻ പിന്നെ എന്റെ പാമ്പിനെ കൊണ്ട് ഞാനിങ്ങ് പോകുന്നു. അതാ ഇപ്പൊ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്. എന്റെ സുഭാഷ് അതിനകത്ത് കിടക്കുന്നത് നിനക്കറിയോ? അവൻ എന്തൊരു പറ്റിയോ ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്തോക്കളെ, എന്തോ പറ്റിയടാ? നെറ്റി ഇടിച്ചോ? എന്റെ കണ്ണിൽ കൂടെ എല്ലാം വെള്ളം വരുന്നു. സാരമില്ല കേട്ടോ. മാറ്റിപ്പിടി എണ്ണ എടുത്ത് എന്റെ കയ്യിലല്ലയോ ഇരിക്കുന്നേ. എടോ, നിങ്ങൾ അതിനൊന്നും കൊണ്ട് കളയൊന്നു. പാമ്പിനെ കൊണ്ട് നടക്കാതെ. ഞാൻ ഇതുകൊണ്ട് ഇവിടെ ഇരുന്നോട്ടെ. എനിക്ക് ഒരു കള്ളതാ. ഒരു കപ്പ് കള്ളങ്ങ് യോതിര്. ഒരു അടപ്പ് കൂടെ തരണേ. എന്തിനാ ഈ അടപ്പ്? ഇവന് സുമേഷിന് കൊടുക്കാൻ. ഒരു അടപ്പിനകത്ത് ഒരു അടപ്പട തരണ. എന്നെ പൊന്നെ, ഞാനല്ലേ ഇതിനകത്താണല്ലോ അവൻ കൊടുത്തോളാം. എനിക്ക് വയ്യ. അവൻ ഇച്ചിരി കുടിച്ചില്ല ഉണ്ടല്ലോ, ഭയങ്കര കുടി. നീന്റെ ആവശ്യം കൂടി, നീന്റെ ആവശ്യം കൂടി. എനിക്ക് സ്വന്തമായിട്ട് 3 മക്കളായിരുന്നു. ഒന്നിവനാ, ഒന്ന് സുരേഷ് ഇതിനകത്ത് കിടപ്പുണ്ട്. കൂടാതെ ഒരുത്തനെ ഞാൻ ഓമനിച്ച് ഞാൻ വളർത്തി. അവന്റെ പേര് സാബു, ഇരുതലമൂരി. പാമ്പുണ്ടോ? അങ്ങനെ ഒരു പാമ്പുണ്ട്. അതിന് വാലില്ല. അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും തലയായി. 2 തലയോ? 2 സ്വഭാവമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിന്റെ പെണ്ണുമ്പിള്ള. അണ്ണം പറയണ. ഞാൻ പറഞ്ഞു വരട്ടെ. ഈ 2 അറ്റത്തും തലയല്ലേ ഈ പാമ്പിന്. ഞാനൊരു ദിവസം സന്ധ്യക്ക് കയറി വന്നപ്പോ ഉണ്ടല്ലോ, ഇവന്മാര് മൂർഖന്മാര് 2 പേര്, സുമേഷും രതീഷും അവിടെ നിന്ന് എലിയെ പിടിച്ചോണ്ടിരുന്ന് കളിക്കുക. ഏതാണ്ട് പരിപാടി ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോ ഈ സാബു ഇല്ല. എവിടെ പോയി? ഞാൻ അവിടെ മുറ്റത്തിറങ്ങി സാബു മോനെ ഞാൻ നീട്ടി വിളിച്ചു. വിളിച്ചമാര് വാശിപ്പുറത്ത് അച്ചാച്ചോന്ന് വിളിച്ചോണ്ടേ ഒരുത്തൻ അങ്ങോട്ടും ഒരുത്തൻ ഇങ്ങോട്ടും കൂടെ പിടിക്കുക. 2 കൂടെ സെന്റർ വെച്ച് വലിഞ്ഞ് പൊട്ടി അങ്ങ് ചത്തു. അങ്ങനെ ആ ഇരുതലമൂരി സാബു അങ്ങ് ചത്തു. ഇതിനും കഴിഞ്ഞ ഒരു പച്ചലപ്പാമ്പ് വന്ന് ഇങ്ങോട്ട് എന്ന് പറയാം, തല തല്ലി കിടന്ന് അങ്ങ് കരയുക. കരഞ്ഞങ്ങ് ചത്തു. ഈ പത്തലപ്പാമ്പിന്റെ കാര്യം പറഞ്ഞോളൂ. ഈ പത്തലപ്പാമ്പ് പറക്കുന്നൊക്കെ പറഞ്ഞു. ഈ നാഗങ്ങളൊക്കെ പറന്നു പോകത്തില്ല? നാഗങ്ങൾ പറക്കും. നാഗങ്ങൾ അങ്ങ് ഹൈറ്റ് എവിടെ പോയി പറന്ന് ലാൻഡ് ചെയ്യുന്നേ? അതിന് നമ്മുടെ ഇവിടെ സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, നാഗാലാൻഡ്. ഞാൻ കേട്ടിട്ടുള്ളോ? അവിടെ നാഗാലാൻഡിലാണ്. നാഗാലാൻഡിലാണ് അങ്ങനെ സ്ഥലം? അല്ല, എന്റെ വീട് ഞാൻ പറഞ്ഞില്ലേ പാമ്പാടി. ഈ പാമ്പാടി സ്ഥലം എങ്ങനെ ഉണ്ടായെന്നറിയോ? അത് പറ. 74-ലാന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷമാണ്. ഞാനും എന്റെ പെണ്ണുമ്പിള്ളയും കൂടെ അങ്ങനെ ടൗണിൽ കൂടെ വരുവാ. അവിടെ കോട്ടയത്ത് വന്നപ്പോഴത്തേന് ടൗണിൽ എന്തോ ഒരു ജീവി കിടക്കുന്നു. എനിക്ക് മനസ്സിലായി ഇത് അന്നാക്കോണ്ടയാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവക്ക് മനസ്സിലായല്ലോ. ഇവൾ എന്നോട് ചോദിച്ചു അതെന്തുവാന്ന്. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടി പാമ്പാടി, ഇത് പാമ്പാടി എന്ന് പറഞ്ഞു.
അങ്ങനെ ഈ പാമ്പാടി ഉണ്ടായേ. ആണോ? പിന്നെ പാമ്പാടി? അത് കഴിഞ്ഞ് ഈ പാമ്പ് അടങ്ങിയിരുന്നില്ല. നേരെ കോട്ടയത്ത് നിന്ന് വേറൊരു മൈതാനത്ത് പോയി. മൈതാനത്ത് ചെന്നിട്ടോ അവിടെ ചെന്നിന്റെ പടമൊക്കെ അങ്ങ് പൊഴിഞ്ഞു. അതാ നാഗമ്പടം. മൈതാനം ഈ പാമ്പ് ജീവിച്ചിരിപ്പുണ്ടോ? എന്താ ഇത്? 1.5 സെന്റ് വസ്തു കിടപ്പുണ്ട്, പേരിടാനായിരുന്നു. പാമ്പിനെ വെച്ചോട്ടോ. ആ. നീ വേറെ പണി നോക്കണം. അയ്യോ, എടാ, കുഴപ്പമില്ല, എന്റെ കയ്യിലല്ലോ. അതല്ല, ഒരു കുപ്പി കള്ളെണ്ണ. ഇതിനായിരുന്നു. അല്ലെ അണ്ണന് ശ്രദ്ധ അങ്ങോട്ടല്ലേ? ഈ പുള്ളിയുടെ കാര്യം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ഭാര്യ എന്തി? അവൾ ഒരാഴ്ച വീട്ടിൽ പണങ്ങി പോയില്ലയോ? പണങ്ങി പോയി? അതെന്തോ കാരണം? ജോലി ചെയ്തിട്ട് വന്ന് ആഹാരം കഴിച്ചിട്ട് അങ്ങ് കുത്തല്. അവക്കോ? എനിക്ക് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാ കേക്കുവോ? അവളോ? ഞാനേ എന്റെ അത് മാത്രമാണോ? വീട്ടിൽ ചെന്നപ്പോ കേട്ടോ പാമ്പട്ടി അണ്ണ? പാമ്പാടിയല്ലേ രാജു, പാമ്പാടി. അണ്ണത് കേട്ടോണം. ഈ 2ാം ക്ലാസ് പഠിക്കുന്ന എന്റെ ചെറുക്കൻ എന്നെ കണ്ടപ്പോ ഓടി വരുവാ. ചാച്ചാന്ന് പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറയുവാ, ഇന്ത്യ ഈസ് മൈ കൺട്രി. എന്ന് വെച്ചാൽ എന്തുവാ അത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺട്രി ഞാനാന്ന്. ഉടനെ തള്ള പ്രോത്സാഹിപ്പിക്കുന്നു, ഇങ്ങനെ പഠിച്ച് കേറി വാ മോനേന്ന്. അത് കൊള്ളാവോ? അത് കൊള്ളത്തില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാവോ? പിന്നെ ഞാൻ ശരിക്കും അടി കൊടുക്കാൻ വേണ്ടി ഇരിക്കുവാ. പിള്ളേരെ അടിക്കരുത്. ഞാൻ അടിക്കും. മക്കളെ അടിക്കരുത്. എന്തോ ചെയ്യും? കൊട്ടേഷൻ കൊടുക്കണം. അത് വലിയ പൈസ ആകത്തില്ലേ? ഇല്ല, ഞാൻ ഏറ്റു. എനിക്ക് ഒട്ടേഷൻ പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ പയ്യന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പൊ കുഞ്ഞു പിള്ളേരല്ലേ? അപ്പൊ നുള്ളു മതിയല്ലോ. മതി മതി മതി. നിങ്ങള് കാര്യം നന്നാക്കിയാ മതി അവനെ. നുള്ളിയെന്ന് ആര് ഞാൻ ഏറ്റു. അവനുള്ള സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോ? പെരിങ്ങനാട് സ്കൂളിൽ അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പെരിങ്ങനാട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം. അവൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ അവിടെ ഇറങ്ങും. ആ, കൈ ഇഴം പൈപ്പിന്റെ ചവിട്ടി വരുമ്പം ചന്തിക്ക് നല്ല നുള്ളു കൊടുക്കണം. ഫോട്ടോ ഉണ്ടോ ചന്തിയുടെയോ? കുഞ്ഞിന്റെ? അത് ഞാൻ തരാം. ബാക്കി ഞാൻ ഏറ്റു. ഡീലാണോ? പക്ഷെ വേറൊരു കാര്യമാണ്, നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് അത് ഡീലാക്കിയെന്ന് 3ാമതൊരു കൈ അറിയാൻ പാടില്ല. അണ്ണനെ വിശ്വസിക്കാം. എന്റെ എല്ലാ രഹസ്യങ്ങളും അണ്ണൻ അറിയാം. അണ്ണനെ 100% വിശ്വസിക്കാം. ആരോടും പറയത്തില്ല. ഇല്ല ഇല്ല, അണ്ണൻ പറയത്തില്ല. എന്റെ പാമ്പാട്ടി എന്നോടൊരു കാര്യം, ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ മനസ്സിൽ നിൽക്കും. അപ്പൊ നമുക്ക് വിശ്വസിക്കാം. എന്താ വേണേലും പുള്ളിയോട് 100% വിശ്വസിക്കാം. നമുക്ക് പറയാൻ പറ്റും. എനിക്കിപ്പോ ഉള്ള അടിച്ചപ്പോ ഒരു ആഗ്രഹം. എന്തുവാ? ഞാൻ ഇന്നലെ എറണാകുളത്ത് പോയ ബാറിൽ അവിടെ നല്ല രസമായിരുന്നു. ക്യാബറെ ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അതെന്തു കുട്ടിത്തുണി ഇട്ടുള്ള ഡാൻസ് കാണണമെന്ന്. അതിന് ആര് കളിക്കും ഇവിടെ? എനിക്കറിയാൻ വയ്യ. അത് കാണിച്ചില്ലായിരുന്നു. ഇവിടെ വലിയ തലമ്പിയായിരുന്നു ഇവിടെ ഉണ്ടാക്കും. വെട്ടുകത്തിയൊക്കെ കയ്യിലുണ്ടേ. എനിക്ക് പേടി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തോണ്ട് വരാം. നീ ഒന്ന് നോക്കിക്കോണേ. എനിക്കറിയത്തില്ല, ഞാൻ വെട്ടി വരാം. കുറച്ച് കാര്യങ്ങളെ ഇരിപ്പുള്ളേ. അത് ഞാൻ വെട്ടു. അണ്ണ ഈ പാമ്പ് കൊടുത്തൊക്കെ എങ്ങനെ പഠിപ്പിച്ചണ്ണ? അയ്യോ, പാമ്പ് പിടുത്തം അവിടെ ഇല്ല. പാമ്പ് പിടുത്തം ഞാൻ പഠിച്ചങ്ങനെ അറിയോ? ഞങ്ങളുടെ മാമൻ ഭയങ്കര പാമ്പ് പിടുത്തമായിരുന്നു. ഇപ്പൊ ആളില്ല, മരിച്ചുപോയി. എന്താ പറ്റണത്? മാമനെ മുണ്ടാക്കത്ത് ഒരു വീട്ടിലെ പാമ്പിനെ പിടിക്കാൻ പോയതാ. അവിടെ ചെപ്പോ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി കല്ലിന്റെ പൊത്തിലോട്ട് ഇങ്ങനെ കൈ അങ്ങോട്ട് ഇട്ടപ്പത്തേന് ചീറ്റി. പാമ്പ് ചീറ്റിയോ? പാമ്പല്ല, മാമന്റെ പ്ലാൻ അങ്ങ് ചീറ്റി. പിന്നെ 2 സെക്കൻഡേ ഇരുന്നുള്ളൂ. പാമ്പാ മാമൻ അന്നേരം മാമൻ അങ്ങ് തീർന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ പാമ്പിനെയൊക്കെ പിടിക്കുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി കഞ്ഞി കുടിച്ചൊക്കെ പോകുന്നത്. കൊട്ടേഷന്റെ പരിപാടിയൊന്നും ഇല്ല. എന്റെ ഡാൻസ് എന്തി എന്റെ പൊന്നോ. വരുന്നടാ. എനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു എന്റെ ഡാൻസ്. ഞാൻ വീട്ടിൽ ചെറുക്കന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുവാണേ. ഈ ജാതിക്ക് കണ്ടിട്ടുണ്ടോ? പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് വെപ്പില്ലേ? ഉണ്ടോ? അതിന്റെ അകത്ത് കറുത്ത കുഴുണ്ടേ. അത് കല്ലിനാട്ട് ഇങ്ങിട്ട് ഉരയ്ക്കണം. ചുക്കും കൂടെ മിക്സ് ചെയ്ത് 1 സ്പൂൺ അങ്ങ് കുടിക്കണം. അതെന്തിനാ? ഈ വിറക്കുത്തിന് അതാ നല്ലത്. നീ എന്റെ 2000 രൂപ മര്യാദക്ക് തരണം. പൈസ ഞാൻ തരും. ആഹാ, കള്ള് ഇത് മതിയോ നിങ്ങൾക്ക്? ഇത് കള്ള മതിയെങ്കിൽ അത് അവിടെ വെച്ചിട്ട് പോകും. എവിടെ പോവാ? പിന്നെ ഇങ്ങനെ കാണിച്ച പിന്നെ 5 കുപ്പിയുടെ വേണ്ടി വരുമെന്നാ പറഞ്ഞു. ദൈവമേ, ഇവിടെ കൊണ്ടുപോയി. കള്ളയിലാണോ ചെന്ന് പിടിക്കുന്നത്? കുടിക്കേ. ഒരു കാര്യം ചെയ്, എന്റെ പൈസ എത്രന്ന് പറ. ഇത് കപ്പ വാങ്ങിച്ചില്ലല്ലോ. പാമ്പ് കുടിച്ചത് ഉൾപ്പെടെ പറ. 1200 രൂപ തരണം. അങ്ങോട്ട് വരോ? പിന്നെ 300 രൂപ എക്സ്ട്രാ. അതെന്താ ഇതില്ലേ? ഇതിന്റെ 300 രൂപ. 300 രൂപയും പോയി. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ എന്റെ പൈസ ഒന്നുമില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ കൊണ്ടുതരാം. എന്റെ പൈസ ഒന്നുമില്ല. പാട്ട് പാട്. പൈസ ഇല്ലെങ്കിൽ പാട്ട് പാടിയിട്ട് പോകും. ഞാൻ പാട്ട് പാടാം, പക്ഷെ നിങ്ങൾ അത് ഏറ്റു പാടണം. ഉറപ്പാണോ? പാടണേ. ശരി, 1 2 3 4. കള്ളു കുടിച്ചിട്ട് ഞാൻ വട്ട് കളിക്കുമ്പം നോക്കി നിൽക്കരുതേ, പാമ്പെ ചീറ്റി നിൽക്കരുതേ. കേട്ടല്ലോ? കേട്ടു. പഠിച്ചോ? പഠിച്ചോ? അങ്ങനെ ഉണ്ട്. അത് പാടാ. മൈക്ക് വേണമല്ലേ? പിന്നെ മൈക്ക് വേണ്ട, നമുക്ക് ഇത് മതി. ഇതെന്റെ മൈക്ക്. അല്ല, അതൊക്കെ ഒത്തും ചെയ്യല്ലേ. എന്റെ മൈക്ക് കേട്ടോ. 1 2 3 4. കള്ളു കുടിച്ചിട്ട് ഞാൻ വട്ട് കളിക്കുമ്പം നോക്കി നിൽക്കരുതേ, പാമ്പെ ചീറ്റി നിൽക്കരുതേ. കള്ളു കുടിച്ചിട്ട് വട്ട് കളിക്കുമ്പം നോക്കി നിൽക്കരുതേ,
പാമ്പേ ചീറ്റി നിക്കരുതേ. ആ കള്ളു കുടിച്ചിട്ട് ഞാൻ പട്ട് കളിക്കുമ്പം നോക്കി നിക്കരുതേ. പാമ്പേ ചീറ്റി നിക്കരുതേ. പാമ്പേ ചീറ്റി നിക്കരുതേ. പാമ്പേ ചീറ്റി നിക്കരുതേ. പാമ്പേ ചീറ്റി നിക്കരുതേ. പാമ്പേ പിന്നെ കഴിഞ്ഞല്ലോ. പാമ്പേ എന്റെ ഇപ്പൊ കടിച്ചോടാ. കടിച്ചു. എന്റെ ദൈവമേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.